നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലത്തിൽ ഒന്നായിരുന്നു വടകര. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് വടകരയിൽ CPM-ന് വേണ്ടി രംഗത്ത് വന്നത്. CPM നേതാക്കളിൽ താരതമ്യേന ജനപ്രീതിയുള്ള വ്യക്തിയായിട്ട് പോലും ഇടതു സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൽ പിടിച്ചു നിൽക്കാൻ കെ ശൈലജയ്ക്ക് അറിയില്ല. അതേസമയം തനിക്കൊരു എതിരാളി വളർന്നു വരുന്ന കെ ശൈലജയെ ഒതുക്കാനാണ് അവരെ വടകരയിൽ പിണറായി വിജയൻ മത്സരിപ്പിച്ചതെന്നും വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ജനവികാരം മാനിക്കുക എന്ന ജനാധിപത്യ സങ്കല്പം CPM അജണ്ടയിൽ തന്നെ ഇല്ലാത്തതിനാൽ മറ്റു പല കാരണങ്ങളുമാണ് വടകരയിലെ തിരിച്ചടിയിൽ CPM പറഞ്ഞിരുന്നത്. ഇതിൽ പ്രധാനമാണ് വടകര തിരഞ്ഞെടുപ്പിലുണ്ടായ കാഫിർ പ്രചരണം. കെ ശൈലജ കാഫിർ ആണെന്നും അതിനാൽ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥികൾ പ്രചരണം അഴിച്ചുവിട്ടു എന്നാണ് ഇടതുപക്ഷം ആരോപിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ ആരോപണം CPM-നെ തിരിഞ്ഞു കുത്തുകയാണ്. കാഫിർ പ്രചരണത്തിന്റെ പുറകിൽ CPM സൈബർ ഗുണ്ടയായ പോരാളി ഷാജിയും കൂട്ടരുമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെ തുടർന്നാണ് പോരാളി ഷാജിയെ തള്ളി ഇടതുപക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഹാക്കൾ, ചെങ്കതിർ തുടങ്ങിയ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞത് അന്വേഷണത്തിന്റെ ഗതി മനസ്സിലാക്കിയിട്ടാണ് എന്നാണ് സൂചന. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ ഡോണൽ ഓഫീസറെയും പ്രതി ചേർത്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരവും. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങോട്ടേക്ക് പോകും. അത് UDF LDF വ്യത്യാസമില്ലാതെ പോകും. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഹിന്ദുക്കളെ പോലെ നിഷ്കളങ്കരായ മണ്ടന്മാരല്ല അപ്പുറത്ത് ഉള്ളതെന്ന് ഒരല്പം അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ ഇതിന്റെ പേരിൽ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പച്ചയായ തമ്മിൽ തല്ലിക്കലിന് ഇടതുപക്ഷം തയ്യാറായി എന്നത് ആ പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവമാണ് വ്യക്തമാക്കി തരുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷ നേതാക്കൾ നേരിട്ട് ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും കൃത്യമായി പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മതേതരത്വം എന്നത് വോട്ട് കിട്ടാൻ മാത്രമുള്ള ഒരു അടവ് മാത്രമാണ് ഇടതുപക്ഷത്തിന് എന്ന വസ്തുതയാണ് ഇതോടുകൂടി മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്.